ഗൾഫ് നാടുകളിൽ ലഹരി കേസിൽ പിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷയുടെ കാഠിന്യം അറിയാത്തവരല്ല അവർ. എന്നിട്ടും നിസ്സാരമായി അതിനെ ഭയക്കാതെ അവർ ലഹരി കടത്തുന്നു. ഇന്ത്യക്കാർ, അതിലേറെയും മലയാളി. സൗദി അറേബ്യയിൽ ലഹരി കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ലഹരി കേസിൽ ഓരോ ദിവസവും 5ഉം 6ഉം വധശിക്ഷകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസവും ഒരു മലയാളി കേരളത്തിൽ നിന്ന് പുറപ്പെട്ടങ്ങ് തായ്ലാന്റിലെത്തി തായ്ലാന്റിൽ നിന്നും 3 കിലോ അതിമാരകമായ ഹാഷിഷുമായി സൗദി അറേബ്യയിലെ ദമാം എയർപോർട്ടിൽ ഇറങ്ങുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് സ്ക്രീനിംഗ് പരിശോധന കഴിഞ്ഞ് അതിവിദഗ്ധമായി അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അയാളെ കാത്ത് 4 പേർ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ 5 പേരും ഒരുമിച്ച് വാഹനത്തിൽ കയറുന്നു. ഏതാണ്ട് 5 മിനിറ്റ് ആ വാഹനം മുന്നോട്ട് ചലിക്കുന്നു. അപ്പോഴേക്കും ആ വാഹനത്തിന്റെ 4 ചുറ്റും CIDകൾ വളഞ്ഞിട്ടുണ്ടായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ആ 5 പേരെയും അവർ ലോക്ക് ചെയ്തു. അതിവിദഗ്ധമായി 3 കിലോ ഹാഷിഷ് മയക്കുമരുന്ന് സൗദി അറേബ്യയിലേക്ക് ഇറക്കിയ ആ മലയാളി അറിഞ്ഞില്ല. അവന്റെ ഓരോ ചലനങ്ങളും അത്യാധുനികമായ ഉപകരണങ്ങളാൽ നിരീക്ഷണത്തിലാണ്. അവൻ അല്പസമയം കൂടി അവർ അനുവദിച്ചത് അവന്റെ കൂട്ടാളികളെയും ചേർന്ന് ഒരുമിച്ച് പിടിക്കുവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അതിനിടയിൽ കുടുങ്ങിപ്പോയത് 2 നിരപരാധികളായ മലയാളികളാണ്. സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ വെറുതെ എയർപോർട്ടിൽ ഒന്ന് കറങ്ങാൻ പോയതാണ്. പക്ഷേ ഇപ്പോൾ അകത്താണ്. എത്ര മാരകമായ മയക്കുമരുന്നുകൾ കയ്യിൽ വെച്ചാലോ വിൽപ്പന നടത്തിയാലോ വെറും 14 ദിവസം റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയുന്ന നാടല്ലത്. മയക്കുമരുന്ന് കടത്തിന് ശിക്ഷ വധശിക്ഷയാണ്. പ്രവാസ ലോകത്ത് ജോലിയെടുക്കുന്നതിന്റെ പ്രിയ സഹോദരങ്ങളോട് പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, നിങ്ങൾ അവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും വളരെ ശ്രദ്ധയോടെ വേണം, കരുതലോടെ വേണം. അല്ലെങ്കിൽ മറ്റൊരാളാൽ നിങ്ങളും ഇതുപോലെ പിടിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് കൂടെ താമസിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. അസാധാരണമായ അവരുടെ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അവരെ നിങ്ങൾ റൂമിന് പുറത്താക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറുക. പുതിയ പുതിയ പണമിടപാടുകൾ, അപരിചിതരുമായുള്ള ബന്ധം, അസമയങ്ങളിൽ പോലുമുള്ള പോക്കുവരവുകൾ, ഇത്തരക്കാരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒപ്പം കൂടെ യാത്ര ചെയ്യുന്നവർ അത് യാദൃശ്ചികമാണെങ്കിൽ പോലും കരുതലോടെ വേണം. കുടുംബങ്ങളെ നോക്കാൻ കഷ്ടപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നിരപരാധികളാണ്. പക്ഷേ മറ്റൊരാളാൽ നിങ്ങൾ ചതിക്കപ്പെട്ടേക്കാം, നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടേക്കാം. മറ്റൊരാൾക്ക് ആ ജയിലറകൾ തേടി എത്തുക തന്നെ പ്രയാസമായിരിക്കും ആ നാട്ടിൽ. മയക്കുമരുന്ന് കേസിൽ വർദ്ധിച്ചു വരുന്ന ഇന്ത്യക്കാരുടെ എണ്ണം, പ്രത്യേകിച്ചും മലയാളികളുടെ എണ്ണം, ആ നാട്ടിൽ മാന്യമായി ജീവിക്കുന്നവരെ പോലും സംശയത്തിന്റെ നിഴലിലാക്കും. ജാഗ്രത.